ഗുഡ് ആഫ്റ്റർനൂൺ 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. നോക്കാം 100 വാർത്തകൾ വളരെ വേഗം. ആദ്യം പ്രധാന വാർത്തകൾ. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊല ആസൂത്രിതമെന്ന് പോലീസ്. കൊലയ്ക്ക് കാരണം ഭാര്യ പിണങ്ങിപ്പോയത് സുധാകരന്റെ കുടുംബമെന്ന ചെന്താമരയുടെ ചിന്ത. പ്രതി തന്ത്രശാലിയെന്ന് ജില്ലാ പോലീസ് മേധാവി. വിഷം കഴിച്ചെന്ന് പറഞ്ഞത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ. കൊലപാതകം പുനരാവിഷ്കരിക്കാൻ അന്വേഷണ സംഘം. പ്രതിയെ ഒരാഴ്ചയ്ക്ക് ശേഷം കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തും. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ മഹാകുംഭമേളയിലെ തിക്കിലും തിരക്കിലും 10 പേർ മരിച്ചുവെന്ന റിപ്പോർട്ടുകൾ. മരണസംഖ്യ ഉയർന്നേക്കും. പരിക്കേറ്റ നിരവധി പേർ ചികിത്സയിൽ. ബാരിക്കേഡുകൾ തകർന്നതാണ് ദുരന്ത കാരണമെന്ന് സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് ഓഫീസർ. സ്ഥിതിഗതികൾ വിലയിരുത്തി പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും. അഭ്യൂഹങ്ങൾക്ക് ചെവി കൊടുക്കരുതെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. പാലക്കാട് എലപ്പുള്ളിയിലെ വൻകിട മദ്യനിർമ്മാണശാലയ്ക്കെതിരായ നിലപാട് പരസ്യമാക്കി CPI. ജനതാൽപര്യത്തിന് വിരുദ്ധമായ പദ്ധതികളിൽ നിന്ന് സർക്കാർ പിന്തിരിയണമെന്ന് CPI മുഖപത്രത്തിൽ ലേഖനം. കൃഷിക്കുള്ള വെള്ളം മദ്യനിർമ്മാണത്തിന് നൽകരുതെന്നും ജനയുഗത്തിലെ ലേഖനത്തിൽ. പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയത് മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും മാത്രം ആലോചിച്ചെന്ന് പ്രതിപക്ഷ നേതാവ്. ക്യാബിനറ്റ് നോട്ട് പുറത്തുവിട്ട് VD സതീശൻ. എലപ്പുള്ളിയിലെ വൻകിട മദ്യനിർമ്മാണശാല പദ്ധതിയിൽ ജനതാദൾ എസിലും ഭിന്നത. മന്ത്രിസഭാ യോഗത്തിൽ എതിർപ്പറിയിക്കാത്ത K കൃഷ്ണൻകുട്ടിക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം. വിവാദങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നും CPIയുടെ എതിർപ്പ് തെറ്റിദ്ധാരണ കൊണ്ടാണെന്നും K കൃഷ്ണൻകുട്ടി. മന്ത്രിസഭയിൽ എല്ലാം ചർച്ച ചെയ്തിരുന്നുവെന്നും വിശദീകരണം. കാലിക്കറ്റ് സർവകലാശാല ഡി സോൺ കലോത്സവത്തിലെ സംഘർഷത്തിൽ KSU തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ ഉൾപ്പെടെ 3 പേർ കസ്റ്റഡിയിൽ. പരിക്കേറ്റ KSU പ്രവർത്തകരുമായി പോയ ആംബുലൻസ് അല്ല ആക്രമിച്ചതെന്ന വിശദീകരണവുമായി SFI. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ KSU യൂണിറ്റ് പ്രസിഡന്റിന് SFIയുടെ മർദ്ദനം. കലോത്സവം കലക്കാൻ ആഹ്വാനം ചെയ്തത് PM മാർഷോ എന്ന് MSF. എറണാകുളം ചോറ്റാനിക്കരയിൽ ഭിന്നശേഷിക്കാരിയായ പോക്സോ അതിജീവിതയ്ക്ക് ക്രൂരമർദ്ദനം. ഗുരുതരമായി പരിക്കേറ്റ യുവതി വെന്റിലേറ്ററിൽ. ആൺസുഹൃത്തിനെതിരെ വധശ്രമത്തിന് കേസ്. തന്റെ മർദ്ദനത്തിൽ മനംനൊന്ത് 19-കാരി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതാണെന്ന് യുവാവിന്റെ മൊഴി. കൂടുതൽ അന്വേഷണം വേണമെന്ന് പോലീസ്. കോൺഗ്രസ് വേദിയിലേക്ക് മുൻ MLA PV അൻവർ നാളെ പ്രതിപക്ഷ നേതാവിന്റെ മലയോര യാത്രയിൽ പങ്കെടുക്കും. മുസ്ലിം ലീഗിന്റെ പരിപാടിയിലും PV അൻവർ പങ്കെടുത്തത് പ്രളയ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി 10 വീടുകൾ നിർമ്മിച്ചു കൈമാറിയ ചടങ്ങിൽ. കണ്ണൂർ മുൻ ADM K നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി ഭാര്യ മഞ്ജുഷ. CBI അന്വേഷണ ആവശ്യം തള്ളിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു. പ്രത്യേക അന്വേഷണ സംഘം കേസ് അട്ടിമറിച്ചു എന്ന ആരോപണം. പല കാര്യങ്ങളിലും വ്യക്തത വരാനുണ്ടെന്നും വാദം. വഖഫ് നിയമ ഭേദഗതിയിലെ കരട് റിപ്പോർട്ട് അംഗീകരിച്ച് JPC. ഭൂരിഭാഗം വിവാദ നിർദ്ദേശങ്ങളും കരട് റിപ്പോർട്ടിലെന്ന് സൂചന. വൈകിട്ട് 4 മണിവരെ അംഗങ്ങൾക്ക് വിയോജിപ്പ് അറിയിക്കാം. സംയുക്ത പാർലമെന്ററി സമിതി യോഗം ഡൽഹിയിൽ. മുനമ്പം കമ്മീഷന് ജുഡീഷ്യൽ അധികാരമില്ലെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ. ലക്ഷ്യം ഭൂ ഉടമകളുടെ താൽപര്യ സംരക്ഷണം മാത്രമെന്ന് സത്യവാങ്മൂലത്തിൽ. സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത് കേരള വഖഫ് സംരക്ഷണ വേദി. ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി തിങ്കളാഴ്ചയിലേക്ക് മാറ്റി. അഭിമാനത്തോടെ തലയുയർത്തി രാജ്യം. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള 100ാം വിക്ഷേപണം പൂർത്തിയാക്കി ISRO. ഗതിനിർണയ ഉപഗ്രഹമായ NVS-2 ഭ്രമണപഥത്തിൽ. വിക്ഷേപണം GSLV F-15 ഉപയോഗിച്ച്. അഭിമാന മുഹൂർത്തമെന്ന് ISRO ചെയർമാൻ ഡോക്ടർ V നാരായണൻ. സ്ത്രീ പുരുഷ തുല്യതയെ അംഗീകരിക്കുന്നില്ലെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം. ലിംഗനീതിയാണ് ലീഗിന്റെ നിലപാടെന്ന് വിശദീകരണം. സ്ത്രീയും പുരുഷനും എല്ലാ നിലയ്ക്കും തുല്യമാണെന്ന് പറയാൻ കഴിയുമോ എന്നും ചോദ്യം. വിഷയത്തിൽ PMA സലാമിനെ തള്ളി MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ്. ഇരുവർക്കും തുല്യനീതി വേണമെന്നാണ് MSFന്റെ അഭിപ്രായമെന്ന് PK നവാസ്. കോഴിക്കോട് മേപ്പയ്യൂരിൽ കുറുക്കന്റെ ആക്രമണം. 3 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജനങ്ങൾ ജാഗ്രത പാലിക്കാൻ അരിക്കുളം മേപ്പയ്യൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ നിർദ്ദേശം. സംസ്ഥാനത്ത് ചൂട് കൂടിയതിനാൽ വേനൽക്കാല രോഗങ്ങൾക്കെതിരെ കരുതൽ വേണമെന്ന് ആരോഗ്യവകുപ്പ്. നേരിട്ടുള്ള വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കണം. നേരിട്ട് വെയിലേൽക്കുന്ന ജോലി ചെയ്യുന്നവർ ജോലി സമയം ക്രമീകരിക്കണമെന്നും ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്.
മൂന്നാർ നല്ലതണ്ണിയിൽ കാട്ടാനയാക്രമണം. ജനവാസ മേഖലയിലിറങ്ങിയ ആന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മേഖലയിൽ ഇറങ്ങിയത് വിരിക്കൊമ്പൻ എന്ന കാട്ടാനയെ തുരത്തി വനം വകുപ്പ് സംഘം. വയനാട് കമ്പമലയിൽ കടുവാ സാന്നിധ്യമെന്ന് സംശയം. കടുവയുടെ കാൽപ്പാടുകളും വിസർജ്യവും കണ്ടതായി തോട്ടം തൊഴിലാളികൾ. പ്രദേശത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധന. വന്യജീവി ആക്രമണത്തിലെ നിലപാടിൽ BJP നേതാവ് മേനകാ ഗാന്ധിക്ക് കത്തയച്ച് CPI വയനാട് ജില്ലാ സെക്രട്ടറി EJ ബാബു. മേനകാ ഗാന്ധിക്ക് 1 ഏക്കർ ഭൂമി സൗജന്യമായി നൽകാം. വയനാട്ടിൽ താമസിക്കാനും കൃഷി ചെയ്ത് ജീവിക്കാനും തയ്യാറാകുമോ എന്ന് കത്തിൽ. കോട്ടയം നഗരസഭയിലെ പെൻഷൻ തട്ടിപ്പിൽ വിജിലൻസ് അന്വേഷണം തുടങ്ങി. നഗരസഭയിൽ നിന്നും വിജിലൻസ് വിശദാംശങ്ങൾ ശേഖരിച്ചു. തട്ടിപ്പ് നടന്ന കാലയളവിൽ ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് തുക ഈടാക്കാൻ ശുപാർശ നൽകി തദ്ദേശ വകുപ്പ് ഡയറക്ടറേറ്റിലെ ഫിനാൻസ് മാനേജ്മെന്റ് വിഭാഗം. ബാഹ്യ ഇടപെടൽ സംബന്ധിച്ച കനേഡിയൻ റിപ്പോർട്ടിനെ തള്ളി ഇന്ത്യ. ഇന്ത്യയെക്കുറിച്ചുള്ള റിപ്പോർട്ടിലെ കുറ്റപ്പെടുത്തലുകൾ തള്ളിക്കളയുന്നതായി വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ സ്ഥിരമായി ഇടപെടുന്നത് കാനഡയെന്നും വിശദീകരണം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവോടെ മാർക്സിസത്തിന്റെ പ്രസക്തി കൂടിയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. AI സോഷ്യലിസത്തിലേക്കുള്ള വഴിയാണ്. മനുഷ്യാധ്വാനം 60% കുറയുമെന്നും ഇതാണ് സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന്റെ അടിസ്ഥാനമെന്നും MV ഗോവിന്ദൻ. വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചനും T സിദ്ദിഖ് MLAയ്ക്കുമെതിരെ പോസ്റ്ററുകൾ. കൊലയാളി സംഘത്തെ പുറത്താക്കൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ എന്ന് പോസ്റ്റർ പതിച്ചത് DCC ഓഫീസിന് മുന്നിൽ. IC ബാലകൃഷ്ണനെതിരെ പോസ്റ്ററിൽ പരാമർശമില്ല. വയനാട് പനമരം പഞ്ചായത്ത് അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നാളേക്ക് മാറ്റി. ക്വാറം തികയാത്തതിനാലാണ് മാറ്റിവെച്ചത്. പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതിൽ UDF-ൽ ആശയക്കുഴപ്പമെന്ന് CPIM-ന്റെ ആരോപണം. ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയ്ക്കെതിരെ വിമർശനമുന്നയിച്ച് ഡൽഹി മുഖ്യമന്ത്രി അതിഷിയുടെ കത്ത്. ഡൽഹിയിലെ ജലവിതരണത്തിൽ ഗുരുതരമായ ചോദ്യങ്ങൾ ഉയരുമ്പോൾ ലഫ്റ്റനന്റ് ഗവർണർ നിഷ്ക്രിയത്വം കാണിക്കുന്നുവെന്ന് കത്തിൽ. ഹരിയാന സർക്കാരിനു വേണ്ടി ലഫ്റ്റനന്റ് ഗവർണർ പ്രതിരോധം തീർക്കുകയാണെന്നും വിമർശനം. പോലീസ് സ്റ്റേഷനുകളിൽ ഫോട്ടോ കോപ്പി പേപ്പർ ഉപയോഗം കുറയ്ക്കണമെന്ന നിർദ്ദേശം. പോലീസ് ആസ്ഥാനത്ത് പോലും ആവശ്യത്തിന് ഫോട്ടോ കോപ്പി പേപ്പർ ലഭ്യമാകാത്ത സാഹചര്യത്തിലാണ് പുതിയ നിർദ്ദേശം. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ നിർദ്ദേശത്തിന്റെ പകർപ്പ് 24. ഇനി കേരളത്തിൽ നിന്നുള്ള കൂടുതൽ വാർത്ത. കോഴിക്കോട് ചെക്യാട് 3ാം ക്ലാസ്സുകാരന് നേരെ പാഞ്ഞെടുത്ത് തെരുവുനായ. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച കുട്ടിക്ക് വീണ് പരിക്ക്. കുട്ടിക്ക് നേരെ തെരുവുനായ പാഞ്ഞെടുത്തത് സ്കൂളിൽ പോകാൻ വണ്ടി കാത്തു നിൽക്കുമ്പോൾ. പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമെന്ന് നാട്ടുകാർ. കൊല്ലം കരുനാഗപ്പള്ളിയിൽ റെയിൽവേ പാളത്തിൽ വിള്ളൽ കണ്ടെത്തിയത് കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 100 മീറ്റർ അകലെ. ട്രെയിനുകൾ വൈകുന്നു. പ്രശസ്ത പിന്നണി ഗായകൻ കമുകറ പുരുഷോത്തമന്റെ ഭാര്യ രമണി പുരുഷോത്തമൻ അന്തരിച്ചു. 88 വയസ്സായിരുന്നു. മുഞ്ചിറ പള്ളിവിളാകം കുടുംബാംഗമാണ്. ശ്രീകല, ശ്രീകുമാർ, ഡോക്ടർ ശ്രീലേഖ, ശ്രീഹരി എന്നിവർ മക്കളാണ്. വൈകിട്ട് 5:30 തിരുവട്ടാർ കുടുംബ വീട്ടിലാണ് സംസ്കാരം. കൊല്ലം ക്ലാപ്പന പഞ്ചായത്തിലെ പാട്ടത്തിൽ കടവിൽ സ്ഥാപിച്ചിരിക്കുന്ന മിനി മാസ് ലൈറ്റ് പ്രവർത്തനരഹിതമായിട്ട് 1 വർഷം. നിരവധി റോഡുകൾ വന്നുചേരുന്ന ഭാഗത്തെ ലൈറ്റ് പ്രവർത്തിക്കാത്തത് നിരന്തരം പരാതിപ്പെട്ടിട്ടും പഞ്ചായത്ത് അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് നാട്ടുകാർ. എത്രയും വേഗം ഹൈമാസ് ലൈറ്റ് ശരിയാക്കണമെന്ന ആവശ്യം ശക്തം. മലപ്പുറം കുറ്റിപ്പുറത്ത് KSRTC ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. സ്കൂട്ടർ യാത്രികനായ തൃപ്പങ്ങോട് സ്വദേശി സൗരവ് കൃഷ്ണനാണ് മരിച്ചത്. പത്തനംതിട്ട കുളനട ജംഗ്ഷനു സമീപം വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. പന്തളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ട്രക്കിൽ എതിർഭാഗത്തു നിന്നും വന്ന ലോറി ഇടിച്ച് സമീപത്തെ കടയിലേക്ക് പാഞ്ഞുകയറി. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട് മുക്കം മണാശ്ശേരിയിൽ നിയന്ത്രണം വിട്ട കാർ കൈവരിയിൽ ഇടിച്ച് അപകടം. അപകടത്തിൽപ്പെട്ടത് കൊടിയത്തൂർ ചെറുവാടി സ്വദേശികൾ സഞ്ചരിച്ച കാർ പൂർണ്ണമായി തകർന്നു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. 11ാമത് ദേശീയ ഡ്രാഗൺ ബോട്ട് റേസിൽ നേട്ടം കൈവരിച്ച് കോസ്റ്റ് വാർഡനും നെഹ്റു ട്രോഫി തുഴച്ചിൽ താരവുമായ S ബിനു. കേരളത്തിനു വേണ്ടി 2 സ്വർണം ഉൾപ്പെടെ 6 മെഡലുകൾ കരസ്ഥമാക്കി. S ബിനുവിന് ആദരമൊരുക്കി അർത്തുങ്കൽ പോലീസ്. വിള ഇൻഷുറൻസ് പദ്ധതികളിൽ മുഴുവൻ കർഷകരെയും അംഗങ്ങളാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് കൃഷിമന്ത്രി P പ്രസാദ്. കർഷക സംഘടനകളുമായി കൃഷിമന്ത്രി ചർച്ച നടത്തി. വിള ഇൻഷുറൻസ് പദ്ധതികളെക്കുറിച്ച് കർഷകർക്കിടയിൽ പരമാവധി പ്രചാരണം നടത്തുന്നതിന് കൃഷിഭവൻ തലത്തിൽ പ്രത്യേക ക്യാമ്പയിനും നടത്തും.
വയനാട് കാവുമന്ദം മേഖലയിൽ കാട്ടുപോത്തിറങ്ങി. കമ്പളക്കാട് കോട്ടത്തറ മേഖലയിൽ കണ്ട കാട്ടുപോത്താണ് കാവുമന്ദത്ത് എത്തിയത്. കാട്ടുപോത്തിനെ തുരത്താൻ വനംവകുപ്പ് ശ്രമം തുടങ്ങി. ആൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ഐമയുടെ ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗവും സാംസ്കാരിക സമ്മേളനവും സംഘടിപ്പിച്ചു. മുംബൈയിൽ വെച്ച് നടന്ന ചടങ്ങ് ഐമ ദേശീയ അധ്യക്ഷൻ ഗോകുലൻ ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കൾ പങ്കെടുത്തു. റിപ്പബ്ലിക് ദിനാചരണത്തിന്റെ ഭാഗമായി ഭിന്നശേഷിക്കാരനോ അംഗപരിമിതനോ ആയ വ്യക്തിക്ക് ജോലി നൽകുന്ന ചടങ്ങ് ഈ വർഷവും തിരുവനന്തപുരം നിംസ് മെഡിസിറ്റിയിൽ നടന്നു. മെഡിസിറ്റി MD EMS ഫൈസൽ ഖാൻ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ അധ്യക്ഷ MV ജയ ഡാളി മുഖ്യാതിഥിയായി. നിരവധി പേരുടെ ഹൃദയങ്ങളിലേക്കാണ് ഈ പദ്ധതിയുടെ ഗുണങ്ങൾ എത്തിച്ചേരുന്നതെന്ന് സൈക്കോളജിസ്റ്റ് വിഭാഗത്തിൽ നിയമിതയായ നിൻസി മറിയം മോൺലി പറഞ്ഞു. സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടി ഇടത് ഭരണകൂടം സർക്കാർ ആശുപത്രികളെ ഇല്ലാതാക്കുകയാണെന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് കോഴിക്കോട് സൗത്ത് മണ്ഡലം കമ്മിറ്റി നടത്തിയ രാപ്പകൽ സമരത്തിന്റെ സമാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു PK ഫിറോസ്. മലബാർ മേഖലയിലെ ആദ്യ ഡിസൈൻ സ്കൂൾ എന്ന ബഹുമതിയോടെ കോഴിക്കോട് മുക്കം KMCT സ്കൂൾ ഓഫ് ഡിസൈൻ പ്രവർത്തനം തുടങ്ങി. ഡോക്ടർ ശശി തരൂർ MP ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ മേഖലകളിൽ ഡിസൈൻ സാധ്യത വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകളെ വാർത്തെടുക്കേണ്ടതുണ്ടെന്ന് ശശി തരൂർ പറഞ്ഞു. ചടങ്ങിൽ ഡോക്ടർ K മൊയ്തു, ഡോക്ടർ നവാസ് KM തുടങ്ങിയവർ പങ്കെടുത്തു. എറണാകുളം ചെമ്പുമുക്ക് അസിസി വിദ്യാനികേതൻ പബ്ലിക് സ്കൂൾ സംഘടിപ്പിച്ച ഇന്റർ സ്കൂൾ റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ആതിഥേയരായ അസിസി വിദ്യാനികേതൻ പബ്ലിക് സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാർ. നൈപുണ്യ പബ്ലിക് സ്കൂൾ 2ാം സ്ഥാനവും ഇൻഫന്റ് ജീസസ് സ്കൂൾ 3ാം സ്ഥാനവും നേടി. വിജയികൾക്ക് സ്കൂൾ ഡയറക്ടർ ഡോക്ടർ ജോർജ് മാതിരപ്പള്ളി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കൊല്ലം ഇരവിപുരം സെയിന്റ് ജോൺസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പരീക്ഷ എങ്ങനെ നേരിടാം എന്ന വിഷയത്തിൽ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് നൽകി. പരിപാടി സംഘടിപ്പിച്ചത് ജില്ലാ ഹോമിയോപ്പതി ആശുപത്രി സദ്ഗമയ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ 10ാം വാർഷികം ആഘോഷിച്ച് ആലപ്പുഴ ജില്ലാ വനിതാ ശിശുവികസന വകുപ്പ്. സീനിയർ സിവിൽ ജഡ്ജും ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയുമായ പ്രമോദ് മുരളി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കാരശ്ശേരി കറുത്തപ്പറമ്പിൽ ലോറി മറിഞ്ഞ് അപകടം. ഡ്രൈവറും തൊഴിലാളിയും ലോറിക്കടിയിൽ കുടുങ്ങി. ഡ്രൈവറെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റി. പ്രധാന അറിയിപ്പുകൾ നോക്കാം. കൊല്ലം ആനയടി ഗജമേള ഇന്ന്. ഗജമേളയോടനുബന്ധിച്ച് ചക്കുവള്ളി ആനയടി റോഡിലൂടെയും താമരക്കുളം ആനയടി റോഡിലൂടെയുമുള്ള ഗതാഗതം ഉച്ചയ്ക്ക് 1 മണി മുതൽ പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. 2024-25 വർഷത്തെ സെൻട്രൽ പ്രീ മെട്രിക് സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അപേക്ഷകൾ ഫെബ്രുവരി 15 മുൻപായി സമർപ്പിക്കണം. മലപ്പുറം ജില്ലയിൽ ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിലുള്ള ആയുർവേദ ആശുപത്രികളിലേക്ക് ഫാർമസിസ്റ്റിന്റെ ഒഴിവ്. അഭിമുഖം അടുത്ത മാസം 5 രാവിലെ 10:30 നടക്കും. അമ്മിനിക്കാട് ഒടമല്ല പാറൽ റോഡിൽ ടാറിംഗ് പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ഇന്നു മുതൽ പ്രവൃത്തി തീരുന്നതുവരെ ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചു. വാഹനങ്ങൾ അമ്മിനിക്കാട് മേക്കരവ് ആനമങ്ങാട് റോഡ് വഴി പോകണം. 100 ന്യൂസിലേക്ക് തിരികെ ദേശീയ വാർത്തകൾ. ഗവർണർമാർക്ക് പെരുമാറ്റച്ചട്ടം വേണമെന്നാവശ്യപ്പെട്ട് പ്രമേയം പാസാക്കി DMK. ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിൽ സമയപരിധി നിർബന്ധമാക്കണമെന്നും DMK വിഷയം പാർലമെന്റിൽ ഉന്നയിക്കും. മുത്തലാഖ് ചൊല്ലിയതുമായി ബന്ധപ്പെട്ടെടുത്ത കേസുകളുടെ വിവരങ്ങൾ തേടി സുപ്രീം കോടതി. കേന്ദ്ര സർക്കാരിനോടാണ് വിവരങ്ങൾ തേടിയത്. നടപടി മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കിയതിനെതിരായ ഹർജികളിൽ. ഡൽഹിയിലെ ജനങ്ങൾക്ക് പ്രധാനപ്പെട്ട 5 ഉറപ്പുകളുമായി കോൺഗ്രസിന്റെ പ്രകടന പത്രിക. ഡൽഹിയിൽ താമസിക്കുന്ന എല്ലാവർക്കും 25 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ. 500 രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടറും സൗജന്യ റേഷൻ കിറ്റും നൽകുമെന്നും കോൺഗ്രസിന്റെ വാഗ്ദാനം. ഝാർഖണ്ഡിലെ ചൈബാസയിൽ സുരക്ഷാ സേനയും മാവോയിസ്റ്റുകളും തമ്മിൽ ഏറ്റുമുട്ടൽ. ഒരു മാവോയിസ്റ്റിനെ വധിച്ചു. പ്രദേശത്ത് ഇന്ന് 2 ഇൻസാസ് റൈഫിളുകൾ കണ്ടെടുത്തു. ഉത്തർപ്രദേശിലെ ലഖ്നൌവിൽ ട്രക്ക് പാഞ്ഞുകയറി 3 മരണം, 5 പേർക്ക് പരുക്ക്. നിയന്ത്രണം വിട്ട ട്രക്ക് കടകളിലേക്കും വീടുകളിലേക്കും ഇടിച്ചു കയറുകയായിരുന്നു. ജമ്മുകശ്മീരിലെ രജൌരി ജില്ലയിൽ തീപിടുത്തം. കലാലി ഗ്രാമത്തിന് സമീപമുള്ള വനത്തിലാണ് ഇന്നലെ രാത്രിയോടെ തീപിടുത്തമുണ്ടായത്. അഗ്നിശമന സേനയും ജില്ലാ ഭരണകൂടവും സ്ഥലത്തെത്തി തീയണയ്ക്കാൻ ശ്രമം
നടത്തി. ഡൽഹിയിൽ അതിശൈത്യം തുടരുന്നു. ഏറ്റവും കുറഞ്ഞ താപനില 7.6 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ഡൽഹിയിലെ വിവിധ പ്രദേശങ്ങളിൽ രാത്രി ഷെൽട്ടറുകൾ സ്ഥാപിച്ചു. മണിപ്പൂരിൽ നിന്ന് വീണ്ടും റോക്കറ്റുകൾ പിടിച്ചെടുത്തു. സുരക്ഷാസേന കണ്ടെടുത്തത് 6 റോക്കറ്റുകൾ. നിരോധിത സംഘടനയിലെ 2 അംഗങ്ങൾ അറസ്റ്റിൽ. രാജ്യാന്തര വാർത്ത. അമേരിക്കയിൽ പ്രായപൂർത്തിയാകാത്തവർക്കുള്ള ലിംഗമാറ്റത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 19 വയസ്സിന് താഴെയുള്ളവരുടെ ലിംഗമാറ്റ നടപടിക്രമങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള ഉത്തരവിൽ ഒപ്പുവച്ചു. സ്ത്രീ, പുരുഷൻ എന്നീ 2 ലിംഗങ്ങൾ മാത്രമേ അംഗീകരിക്കൂ എന്ന ട്രംപിന്റെ ഉദ്ഘാടന പ്രസംഗത്തിലെ പരാമർശത്തിന് പിന്നാലെയാണ് നടപടി. അമിത അളവിൽ അണുനാശിനി കണ്ടെത്തിയതിനെ തുടർന്ന് യൂറോപ്യൻ വിപണിയിൽ നിന്ന് ശീതളപാനീയ ഉൽപ്പന്നങ്ങൾ തിരിച്ചുവിളിച്ച് കൊക്കക്കോള. ബെൽജിയത്തിലെ പ്ലാന്റിൽ തയ്യാറാക്കിയ ബോട്ടിലുകളിലും ക്യാനുകളിലുമാണ് അമിത അളവിൽ ക്ലോറേറ്റ് രാസപദാർത്ഥം കണ്ടെത്തിയത്. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ലബനനിൽ ആക്രമണം നടത്തി ഇസ്രായേൽ സേന. 4 ലക്ഷത്തോളം പലസ്തീൻ അഭയാർത്ഥികൾ വടക്കൻ ഗസയിൽ തിരികെ എത്തി. ഹമാസ് വിട്ടയക്കുന്ന 33 ഇസ്രായേലി ബന്ദികളുടെ പട്ടികയിൽ 8 പേർ കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ. ഭിന്നതകൾ ഉചിതമായ രീതിയിൽ പരിഹരിച്ച് ഉഭയകക്ഷി ബന്ധവും സഹകരണവും കൂടുതൽ മെച്ചപ്പെടുത്താൻ ഇന്ത്യയും ചൈനയും. ദ്വിദിന ചൈന സന്ദർശനത്തിൽ എത്തിയ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയും ചൈനീസ് വിദേശകാര്യമന്ത്രി സൺ വീഡോങ്ങുമായി നടത്തിയ ചർച്ചയിലാണ് ധാരണയായത്. യുക്രൈൻ യുദ്ധത്തിന്റെ സമാധാന കരാറിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിക്ക് ഒപ്പുവയ്ക്കാൻ അധികാരമില്ലെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. കിഴക്കൻ യുക്രൈൻ നഗരം പിടിച്ചെടുത്ത് റഷ്യ. അമേരിക്കൻ സഹായം നിർത്താൻ ട്രംപ് പ്രഖ്യാപിച്ചതോടെ യുക്രൈൻ അവതാളത്തിലായി. അഴിമതി വിരുദ്ധ ജനകീയ പ്രക്ഷോഭങ്ങളെ തുടർന്ന് സെർബിയയുടെ ജനകീയ പ്രധാനമന്ത്രി മിലോസ് വുസെവിച്ച് രാജിവെച്ചു. രാജ്യത്തെ സംഘർഷാവസ്ഥ ഇല്ലാതാക്കാനാണ് രാജിവെക്കുന്നതെന്ന് മിലോസ് വുസെവിച്ച് അറിയിച്ചു. സമൂഹ മാധ്യമ നിയമം പാസാക്കി പാകിസ്ഥാൻ പാർലമെന്റ്. വ്യവസായ മന്ത്രി റാണ തൻവീർ ഹുസൈൻ അവതരിപ്പിച്ച ഇലക്ട്രോണിക്സ് കുറ്റകൃത്യങ്ങൾ തടയുന്ന ബില്ലാണ് ഉപരിസഭയായ സെനറ്റിൽ പാസായത്. അലാസ്കയിൽ F-35 യുദ്ധവിമാനം തകർന്നു വീണു. പൈലറ്റ് സുരക്ഷിതൻ. പരിശീലനത്തിനിടെ ലാൻഡ് ചെയ്യുന്നതിനിടെയാണ് അപകടമുണ്ടായത്. 2450 വർഷം പഴക്കമുള്ള സ്വർണ്ണ തലപ്പാവ് നെതർലാൻഡ്സിലെ മ്യൂസിയത്തിൽ നിന്ന് മോഷണം പോയി. ഈ മാസം 25-ന് പുലർച്ചെയാണ് സംഭവം. സ്വർണ്ണ തലപ്പാവ് കൂടാതെ 4 പുരാവസ്തുക്കളും മോഷ്ടാക്കൾ മ്യൂസിയത്തിൽ നിന്ന് കവർന്നു എന്ന് വിവരം. ബിസിനസ് ന്യൂസ്. 2 ആഴ്ചക്കിടെ 3-ാം തവണയും സർവകാല റെക്കോർഡ് ഭേദിച്ച് സ്വർണം. പവന് ഒറ്റയടിക്ക് കൂടിയത് 680 രൂപ. ഇന്നത്തെ വില ഗ്രാമിന് 7595 രൂപയും പവന് 60760 രൂപയും. 5% പണിക്കൂലിയിൽ 1 പവന്റെ ആഭരണം വാങ്ങാൻ 66,000 രൂപ ചെലവാകും. അമേരിക്കൻ ഫെഡറൽ റിസർവിന്റെ ധനനയ അവലോകന യോഗം തുടങ്ങി. നയപ്രഖ്യാപനം വ്യാഴാഴ്ച. പ്രസിഡന്റ് ട്രംപിന്റെ സമ്മർദ്ദ തന്ത്രങ്ങൾക്കിടയിലും ഇത്തവണ നിരക്ക് കുറച്ചേക്കില്ല എന്നാണ് സൂചന. ആശങ്കകൾക്കിടയിലും തകർച്ചയിൽ നിന്ന് കരകയറി ഇന്ത്യൻ ഓഹരി വിപണികൾ. ബാങ്കുകളുടെ പണദൗർലഭ്യം പരിഹരിക്കാൻ റിസർവ് ബാങ്ക് നടത്തിയ നടപടികൾ ഫലം കണ്ടുവെന്ന് വിലയിരുത്തൽ. ഈ മാസം 1-ന് പ്രഖ്യാപിക്കുന്ന കേന്ദ്ര ബജറ്റിൽ ആദായനികുതി ഇളവുകൾ പ്രഖ്യാപിച്ചേക്കുമെന്ന് പ്രതീക്ഷ. 10 ലക്ഷം വരെ വരുമാനമുള്ളവരെ ആദായനികുതിയിൽ നിന്ന് ഒഴിവാക്കിയേക്കും എന്ന് സൂചന. പുതിയ നികുതി പദ്ധതിയിലേക്ക് കൂടുതൽ പേരെ ആകർഷിക്കാൻ നടപടിയുണ്ടായേക്കുമെന്നും റിപ്പോർട്ടുകൾ. വീണ്ടും ശക്തിയാർജിച്ച് ഡോളർ സൂചിക. ഡോളറിനെ തുണച്ചത് ഇറക്കുമതി ചുങ്കം കൂട്ടുന്ന കാര്യത്തിൽ പിന്നാക്കം പോകില്ലെന്ന ട്രംപിന്റെ പ്രസ്താവന. ക്രിപ്റ്റോ കറൻസികൾ, ക്രൂഡ്, വ്യാവസായിക ലോഹങ്ങൾ എന്നിവ താഴേക്ക്. കയറ്റുമതി പ്രോത്സാഹന നയത്തിന് അനുമതി നൽകി മന്ത്രിസഭായോഗം. കയറ്റുമതിക്കാർക്ക് നിക്ഷേപത്തിന്റെ 25% സബ്സിഡി നൽകും. വ്യാപാരമേളകളിൽ പങ്കെടുക്കുന്നതിനും ധനസഹായം. അമേരിക്കയിലേക്കുള്ള എല്ലാ ഇറക്കുമതിക്കും നികുതി ചുമത്താൻ നീക്കം. എവിടെ നിന്നുള്ള ഇറക്കുമതിക്കുള്ള നികുതി സ്ലാബുകൾ 2% ആരംഭിച്ചേക്കും. ഓരോ മാസവും നികുതി നിരക്ക് പരിഷ്കരിക്കുമെന്നും സൂചനകൾ. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായി ചേർന്ന് ഹൈഡ്രജൻ ട്രക്കുകൾ പരീക്ഷിക്കാനൊരുങ്ങി ടാറ്റ മോട്ടോഴ്സ്. ഡീസലിന് പകരം ഗ്രീൻ ഹൈഡ്രജൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇന്റേണൽ കംപ്രഷൻ എഞ്ചിനായിരിക്കും വാഹനത്തിൽ ഉണ്ടാവുക. സ്പോർട്സ് ന്യൂസ്.
ദേശീയ ഗെയിംസിൽ മെഡൽ വാരാൻ കേരളം. നീന്തലിൽ 2 ഫൈനലിലേക്ക് മുന്നേറി സജൻ പ്രകാശ്. ഷൂട്ടിംഗിൽ വിദർശ വിനോദിനും ഫൈനൽ യോഗ്യത. ബീച്ച് ഹാൻഡ്ബോളിൽ പശ്ചിമ ബംഗാളിനെ തോൽപ്പിച്ച് കേരളം സെമിയിൽ. ഐ ലീഗ് ഫുട്ബോളിൽ ജയം തുടരാൻ ഗോകുലം കേരള FC ഇന്നിറങ്ങും. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ രാത്രി 7 നടക്കുന്ന മത്സരത്തിൽ എതിരാളികൾ ബംഗളൂരു FC. നിലവിൽ ഗോകുലം പോയിന്റ് പട്ടികയിൽ 4ാം സ്ഥാനത്ത്. മലയാളി സെന്റർ ബാക്ക് ബിജോയ് വർഗീസ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു. ഈ വർഷം വരെയാണ് കരാറുണ്ടായിരുന്നത്. മുൻ ക്ലബ്ബായ ഇന്റർ കാശിയിലേക്കാണ് ബിജോയുടെ കൂടുമാറ്റം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ അവസാന ഗ്രൂപ്പ് റൗണ്ട് മത്സരങ്ങൾക്ക് ഇന്ന് കലാശക്കൊട്ട്. ഒരേ സമയം 18 മത്സരങ്ങളാണ് അർദ്ധരാത്രി 1:30 നടക്കുക. ISL ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ഹൈദരാബാദ് FC നേരിടും. മത്സരം രാത്രി 7:30 ഗുവാഹത്തിയിലെ ഇന്ദിരാഗാന്ധി അത്ലറ്റിക് സ്റ്റേഡിയത്തിൽ. ഇനി കാണാം കലാ സാംസ്കാരിക സിനിമാ വാർത്ത. ഷൈൻ ടോം ചാക്കോ, ജാഫർ ഇടുക്കി, കലാഭവൻ ഷാജോൺ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രാജ് ബാബു സംവിധാനം ചെയ്യുന്ന ചാട്ടുളി ഫെബ്രുവരി 21 തിയേറ്ററുകളിലെത്തും. കാർത്തിക് വിഷ്ണു, ശ്രുതി ജയൻ, ലതാ ദാസ്, വർഷ പ്രസാദ് എന്നിവരാണ് മറ്റു താരങ്ങൾ. ബോളിവുഡ് നടി ജാൻവി കപൂറിന്റെ കേരളത്തിൽ നിന്നുള്ള സാരി ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ. സിനിമാ ചിത്രീകരണത്തിനെത്തിയ ജാൻവി ഇടവേളയിൽ കൊച്ചി ചുറ്റിക്കറങ്ങി. ഈ ചിത്രങ്ങളും താരം ഉടുത്ത സാരിയുമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഫാക്ട് ചെക്ക്. ഗസ യുദ്ധത്തിൽ ഇസ്രായേലിനെ പിന്തുണച്ചതുകൊണ്ടാണ് ലോസ് ഏഞ്ചൽസിൽ കാട്ടുതീ വ്യാപനമുണ്ടായതെന്ന് ടേലർ സ്വിഫ്റ്റ് പറഞ്ഞു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജം. ഡീഫേക്ക് വീഡിയോ ആണ് വ്യാപകമായി പ്രചരിപ്പിക്കുന്നത്. 2021 മ്യൂസിക്കൽ ഷോയ്ക്കിടെയുള്ള ടേലർ സ്വിഫ്റ്റിന്റെ വീഡിയോ ആണ് തെറ്റായി പ്രചരിപ്പിക്കുന്നത്. ലേറ്റസ്റ്റ് ന്യൂസ്. ദക്ഷിണ കൊറിയൻ വിമാനത്താവളത്തിൽ യാത്രാ വിമാനത്തിന് തീപിടിച്ചു. വിമാനത്തിലുണ്ടായിരുന്ന 176 പേരെയും ഒഴിപ്പിച്ചു. എയർ ബുസാൻ വിമാനം ഹോങ്കോങ്ങിലേക്ക് പുറപ്പെടാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് അപകടം. മഹാകുംഭമേളയ്ക്കിടെയുണ്ടായ അപകടത്തിന്റെ വിവരങ്ങൾ നിരന്തരം തേടുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉത്തർപ്രദേശ് സർക്കാരുമായി എപ്പോഴും ബന്ധപ്പെടുന്നുണ്ട്. കുറച്ചു സമയത്തേക്ക് സ്നാനം നിർത്തിവെച്ചതായും നരേന്ദ്രമോദി. ബംഗ്ലാദേശിൽ അനിശ്ചിതകാല പണിമുടക്ക് അവസാനിപ്പിച്ചതിന് റെയിൽവേ തൊഴിലാളികൾ. ബംഗ്ലാദേശിൽ അനിശ്ചിതകാല പണിമുടക്ക് അവസാനിപ്പിച്ച് റെയിൽവേ തൊഴിലാളികൾ. ട്രെയിൻ സർവീസുകൾ പുനരാരംഭിച്ചു. ആം ആദ്മി പാർട്ടിയുടെ ദിവസങ്ങൾ കഴിഞ്ഞുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹിയിൽ BJP അധികാരത്തിലെത്തും. ആം ആദ്മി ദുരന്ത പാർട്ടിയാണ്. ഡൽഹിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തനിക്കൊരു അവസരം നൽകൂ എന്നും നരേന്ദ്രമോദി. വടക്കൻ കേരളത്തിൽ ഇന്നും നാളെയും താപനില വർദ്ധിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഒറ്റപ്പെട്ടയിടങ്ങളിൽ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരും. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്ത. എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയെ പിന്തുണച്ച് ഡിവൈഎഫ്ഐ. കോൺഗ്രസ് കേരളത്തിലെ വികസനം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന് സംസ്ഥാന സെക്രട്ടറി VK സനോജ്. കോൺഗ്രസ് BJP നേതാക്കളുടെ കമ്പനികളാണ് കേരളത്തിലേക്ക് ഇതുവരെയും സ്പിരിറ്റ് എത്തിച്ചതെന്നും ആരോപണം. മലപ്പുറം നിലമ്പൂർ വടപ്പുറത്ത് തോട്ടിൽ ശുചിമുറി മാലിന്യം തള്ളിയ സംഭവത്തിൽ പ്രതികൾ പിടിയിലായത് മാലിന്യം കൊണ്ടുവന്ന ടാങ്കർ ലോറി ഉടമ മഞ്ചേരി സ്വദേശി ഷാജഹാൻ, എളങ്കൂർ സ്വദേശികളായ മുഹമ്മദ് നിഷാദ്, മുഹമ്മദ് ഷാഹീർ എന്നിവർ. NCP നേതൃത്വത്തിനെതിരെ ആരോപണവുമായി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയ ആട്ടുകാൽ അജി. തട്ടിപ്പ് നടത്തിയയാളെ ജനറൽ സെക്രട്ടറിയാക്കണമെന്ന PC ചാക്കോയുടെ തീരുമാനത്തെ എതിർത്തതാണ് തന്നെ പുറത്താക്കാൻ കാരണമെന്ന ആരോപണം. PC ചാക്കോയെ പാർട്ടിക്ക് വേണോ എന്ന് NCP നേതാക്കൾ തീരുമാനിക്കട്ടെ എന്നും ആട്ടുകാൽ അജി. 100 ന്യൂസ് പൂർത്തിയാവുന്നു.